ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ലോണാവാലയിലേക്കുള്ള ഒരു വൺ ഡേ ട്രിപ്പാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 1.5 hour ജേണിയാണ് ലോണാവാലയിലേക്ക്. ഇവിടുന്ന് ഞങ്ങളൊരു 6:30 ഇറങ്ങി. 6 മണിയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത ടൈം. ബട്ട് അത് എങ്ങനെയൊക്കെയോ 6:30 അല്ലെങ്കിലും ഞങ്ങളൊരു ടൈം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു അരമണിക്കൂറെങ്കിലും ലേറ്റ് ആവാറാണ് പതിവ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ടായി. ഇവിടെ വന്നിട്ട് ഞാൻ ഈ നാട്ടിൽ കണ്ടത് മൊത്തം മലകളായിരുന്നു. പോകുന്ന വഴിയിലും അത് തന്നെയാണ് ഉണ്ടായത്. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടി തന്നെ. അതുപോലെ പോകുന്ന വഴിയിൽ 2 ടണൽസും ഉണ്ട്. ഇതൊക്കെ വലിയ മലയുടെ ഉള്ളിലൂടെ ഉണ്ടാക്കിയ ടണൽസാണ്. അതിൽ ഒന്ന് ഇത്തിരി നീളം കൂടുതലുള്ള ടണലാണ്, ഒന്ന് ഇത്തിരി നീളം കുറഞ്ഞതാണ്. രണ്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പോകുന്നത്. ലോണാവാലയിലേക്ക് പോകുന്ന റോഡാണിത്. കുറച്ച് കയറ്റങ്ങളൊക്കെ ഉണ്ട്. വയനാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഹെയർ പിൻ വളവ് കണ്ടിട്ടില്ലേ, അതുപോലെ ഇവിടെയുണ്ട്. ബട്ട് വയനാട്ടിലേക്ക് പോകുന്ന അത്രയും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കുറേ വ്യൂ പോയിൻറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾ അങ്ങനെയുള്ള പ്ലേസിലൊക്കെ കാറ് നിർത്തി ഓരോ വ്യൂ കണ്ട് ആണ് ഞങ്ങൾ അവിടത്തേക്ക് പോയത്. മലകളും കാടുമാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. കയറ്റമായതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടി പറ്റുക. നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല സൂക്ഷിച്ച് പോവണം. ബിക്കോസ് കുറേ ടേൺസ് ഒക്കെ ഉള്ളതാണ്. അതുപോലെ അധികം വാഹനങ്ങളില്ലാത്ത ടൈം, അതായത് ഏർലി മോർണിംഗ് ഒക്കെ പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു പ്ലേസാണിത്. കണ്ടാല എന്നാണ് പേര്. ഇവിടെ കുരങ്ങന്മാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ലോണാവാലയിലേക്ക് പോകുന്ന അധികം ആൾക്കാരും ഇവിടെയൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഈ കാണുന്ന റോഡിന് സൈഡിലുള്ള മലയുടെ മുകളിൽ കയറിയിട്ട് ആൾക്കാർക്ക് അവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്റ്റെയർ ഉണ്ട്. ബട്ട് ഇത്തിരി റിസ്ക് ആണെന്ന് അറിയുന്നതുകൊണ്ട് ഞങ്ങളത് ഒന്നും ചെയ്യാൻ വേണ്ടി നിന്നില്ല. ഈ തുട്ടിയും കൂടി ഉള്ളതുകൊണ്ട് അത് ഇത്തിരി റിസ്ക് ആണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങളതിന് നിന്നില്ല. ആ വ്യൂ പോയിൻറ്റും കഴിഞ്ഞ് പിന്നെയും മുൻപോട്ട് പോകുമ്പോൾ കണ്ട ഒരു വ്യൂ പോയിൻ്റാണിത്. ഈ ഒരു വ്യൂ പോയിൻറ്റിലും നിങ്ങൾ ഏർലി മോർണിംഗ് പോകുമ്പോൾ തന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് കണ്ടത് ഈ സൈഡ് മുഴുവൻ കുറേ കടകളായിരുന്നു, കോണും പാനിപ്പൂരിയൊക്കെ ആയിട്ട്. ആ ടൈമിൽ ശരിക്കും അവിടുത്തെ വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ആ സൈഡിലൊക്കെ നിന്ന് താഴോട്ടേക്ക് നോക്കുന്ന വ്യൂ എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ് തന്നെയാണ്. ഇവിടെയുള്ള എല്ലാ വ്യൂ പോയിൻറ്റ്സിലും ഇതുപോലെയുള്ള ടോപ്പ് വ്യൂ, അതായത് കുറച്ച് ഗ്രീനറി പിന്നെ നല്ല മഞ്ഞൊക്കെ ആയിട്ടുള്ള വ്യൂ ആണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോണാവാല ലേക്കിലേക്കാണ്. ഇതാണ് ലോണാവാല ലേക്ക്. ഇവിടെയും ചുറ്റുവട്ടവും മലകൾ തന്നെയാണ്. ഇപ്പോൾ അത്ര മഴയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചെറിയ വാട്ടർഫോളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നെക്സ്റ്റ് സ്റ്റോപ്പാണ് ബുഷി ഡാം. ഈ ഒരു പ്ലേസിലൊക്കെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. അവിടെയും കുറേ ഷോപ്പുകളുണ്ട്. ബൂഷി ഡാമിലേക്ക് പോകേണ്ട വഴിയാണിത്. ഭയങ്കര മോശം വഴിയാണ്. മഴയായത് കൊണ്ട് തന്നെ ഭയങ്കര ചെളിയും പിന്നെ അവിടെയുള്ള വഴിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു. ഇവിടെ ഡാമിലേക്ക് കയറുന്നതിന് മുമ്പുള്ള പ്ലേസാണിത്.
ഇവിടെ മൊത്തം വേസ്റ്റൊക്കെ ഇട്ട് ഭയങ്കര മോശമായിരുന്നു. ഇത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി വന്നിട്ട് ആദ്യം തന്നെ ആ ഒരു വേസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. ഈ ഒരു പോർഷൻ മൊത്തം വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടാണ് ഉണ്ടായത്. അതിൻ്റെ തൊട്ട് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നതാണ് ഡാം. നല്ല ജനങ്ങളുണ്ടായിരുന്നു. ഇത്തൂട്ടി ഇവിടുന്ന് നല്ല എൻജോയ് ചെയ്തു. അവൾക്ക് അവിടെ നിന്ന് തിരിച്ച് വരാൻ മനസ്സേ ഉണ്ടായിരുന്നില്ല. കുറേ വെള്ളത്തിൽ കളിച്ചു. ഈ കാണുന്ന സ്റ്റെപ്പിൻ്റെ മുകളിലാണ് ഡാം. അവിടെ നിന്ന് വെള്ളം സ്റ്റെപ്പിലൂടെ ഇങ്ങനെ വരുന്ന ആ ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ലോണാവാല ചിക്കിയാണ്. നമ്മുടെ നാട്ടിലെ അഭയാർത്ഥി കട്ട ഇല്ലേ, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കണ്ണൂർ സൈഡാണ്. അഭയാർത്ഥി കട്ട, ചില ആൾ കടല മിഠായി അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. പിന്നെ ഇവിടെ ഷോപ്പിലൊക്കെ കുറേ പോട്ട്സ്, വെറൈറ്റി ആയിട്ടുള്ള പല സാധനങ്ങളും ഭയങ്കര നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇതൊക്കെ ടൈഗർ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നതിന് മുൻപുള്ള സ്ഥലമാണ്. നല്ല മഞ്ഞ് കണ്ട് ഞങ്ങൾ നോക്കിയതാണ്. അതുപോലെ കുറേ കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരാളോട് ചോദിച്ചപ്പോഴാണ് ഇതാണ് വ്യൂ പോയിന്റ് എന്ന് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. ഒരു ആർച്ച് പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് കയറി. ക്യാമൽ റൈഡൊക്കെ ഉണ്ട് അവിടെ. 1-2 ക്യാമലിനെയൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ വ്യൂ പോയിൻ്റ് എത്തി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ ഭംഗി ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായ അത്രയും ഒരു ഇമ്പാക്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് ഞാൻ എടുക്കുന്നത് എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലാണ്. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. മഞ്ഞ്, അതിൻ്റെ നടുക്ക് മലയും ചുറ്റും ഫുൾ ഗ്രീനറിയൊക്കെ ആയിട്ട് ഒരു സൂപ്പർ പ്ലേസ് തന്നെയാണ് ലോണാവാല. ഇത്തിരി കൂടെ അടുത്ത് കാണാൻ എന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് മുൻപോട്ട് നടന്നു. ഇതാണ് കുറച്ചുകൂടി അടുത്തുള്ള വ്യൂ. ഇവിടുന്ന് കാര്യമായിട്ട് ഫുഡൊന്നും കിട്ടാൻ വേണ്ടി ചാൻസ് ഇല്ല. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടുന്ന് തന്നെ അവർ വിൽക്കുന്നത് കോണ് ചുട്ടതും, അതുപോലെ ചിപ്സ്, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, പിന്നെ മാഗി. കാര്യമായിട്ട് നിങ്ങൾക്ക് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ആണെങ്കിലും മാഗി മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ 1 ഡേ ട്രിപ്പ് ഇവിടെ തീർന്നിരിക്കുകയാണ്. 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിന് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ഇറ്റിനറിയിൽ ഉണ്ടായത്. മൊത്തം ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. നാച്ചുറൽ ബ്യൂട്ടി അത് തന്നെയാണ് ഇവിടേക്കുള്ള ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബൈക്ക് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പിന് നിങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാടുണ്ട് ലോണാവാലയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.